ഹായ് സ്റ്റുഡൻസ്, ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബഡ്ജറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് അവിടെ ഒരു ചെറിയ കാർട്ടൂണും അതിൽ കുറച്ച് ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അവിടെ മദർ പറയുന്നുണ്ട്, ഇഫ് വി ഗെറ്റ് ദ ചിട്ടി വി ഷാൽ പേ ഓഫ് ആൾ അവർ ഡെബ്സ്. ചിട്ടിയുടെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ എല്ലാ കടങ്ങളും കൊടുത്ത് തീർക്കാം. ആഫ്റ്റർ ദാറ്റ് വി ഷാൽ ഡെപ്പോസിറ്റ് ദ റെസ്റ്റ് ഓഫ് ദ മണി ഇൻ ദ ബാങ്ക്. അതുപോലെ തന്നെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പുറത്ത് നിന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഡിയർ ടുമോറോ ഇസ് അമ്മൂസ് ബർത്ത്ഡേ. നാളെ അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഷുഡ് വി ബൈ ഹർ എ ന്യൂ ഡ്രസ്സ്. അവൾക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങണ്ടേ. ഫാദേഴ്സ് മെഡിസിൻ ഈസ് റൺ ഔട്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ മരുന്നുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദ ഇലക്ട്രിസിറ്റി ബിൽ ഹാസ് ആൾസോ ബീൻ ഇൻഷ്യൂർഡ്. കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. വി നീഡ് ടു റിമിറ്റ് ദ മന്ത്ലി പേയ്മെൻറ്റ് ഫോർ ദ ചിട്ടി ടു. അതുപോലെ തന്നെ ചിട്ടിയുടെ മാസം അടവും കൂടെ അടക്കാനുണ്ട്. ഇത് കേട്ട അടുത്ത ആളെന്താ പറയുന്നത്, ഐ ഹാവ് ഗോട്ട് ദ സാലറി ഫോർ ദിസ് മന്ത്. ഈ മാസത്തെ സാലറി കിട്ടിയിട്ടുണ്ട്. ഐ ഷാൽ ഗിവ് ദ എമൗണ്ട് നീഡഡ് ഫോർ ബൈയിങ് മെഡിസിൻ ഫോർ ഫാദർ ആൻഡ് ഫോർ പേയിങ് ഇലക്ട്രിസിറ്റി ബിൽ ടു മോം. അച്ഛൻ്റെ മെഡിസിനുള്ള പൈസയും അതുപോലെ തന്നെ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസയൊക്കെ ഞാൻ തരാം. ഐ നീഡ് ടു റിട്ടേൺ ദ മണി ദാറ്റ് ഐ ബൊറോഡ് ഫ്രം മൈ ഫ്രണ്ട്. അതുപോലെ എന്താണ്, ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കടമായിട്ട് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്. ഐ ഷൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ അമ്മു. ഐ വിൽ പേ ദ ചിട്ടി ആൾസോ. പിന്നെന്താണ്, അമ്മുവിന് ഡ്രസ്സും എടുക്കാം അതുപോലെ തന്നെ ചിട്ടിയും അടക്കാം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് ഫാദർ എന്താ പറയുന്നത്, സൺ എക്സ്പെൻസസ് ആർ ഹൈ ഇൻ ദിസ് മന്ത് ടു. വിൽ യു ഹാവ് ടു ബോറോ മണി അഗെയിൻ. ഈ മാസവും ഒരുപാട് ചിലവുണ്ട്. വീണ്ടും പൈസ കടം വാങ്ങേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള ആ ഒരു മാസത്തെ ചിലവും അതുപോലെ തന്നെ അവരുടെ വരവ് കണക്കുകളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി. ഈ ഫാമിലിയിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ആർ ദ എക്സ്പെൻസസ് മെൻഷൻഡ് ഇൻ കോൺവെർസേഷൻ. ആ ഒരു സംഭാഷണത്തിൽ എന്തൊക്കെ എന്തൊക്കെ ചിലവുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പേയിങ് ഓഫ് ഡെബ്സ്, കടങ്ങൾ കൊടുത്ത് തീർക്കുക. ദെൻ ഡ്രസ്സിനെ പറ്റി പറയുന്നുണ്ട്, അമ്മുവിനൊരു ഡ്രസ്സ് വാങ്ങണം. പിന്നെ മെഡിസിൻ, അച്ഛൻ്റെ മെഡിസിൻ വാങ്ങണം. ഇലക്ട്രിസിറ്റി ബിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിട്ടി അടക്കുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ട്. വിച്ച് ആർ ദ നീഡ്സ് ഇൻ യുവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നമ്മൾ പൈസ ചിലവാക്കുന്ന ഡെയിലി ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. ഓഫ് കോഴ്സ് ഫുഡ് ഉണ്ട് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും പൈസ ചിലവാക്കുന്നുണ്ട്. ദെൻ ഹൗസ്, വീട്, ഇപ്പോൾ റെൻറ്റിനൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർ വീടിനുള്ള ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനുള്ള ക്യാഷൊക്കെ ഉണ്ട്. ദെൻ ട്രാവലിംഗ്, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും. ദെൻ ഹെൽത്ത് കെയർ, ഹെൽത്ത് അതായത് എന്തെങ്കിലും അസുഖം വരുന്നതോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ. ദെൻ എഡ്യൂക്കേഷൻ, വീട്ടിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യാറുണ്ട്. ദെൻ ഇപ്പോൾ ഇൻ്റർനെറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി, പിന്നെ പലതരം ടാക്സുകളൊക്കെ നൽകാൻ വേണ്ടി നമ്മൾ ഡെയിലി ലൈഫിൽ ക്യാഷ് ചിലവാക്കാറുണ്ട്. ഫാമിലി എക്സ്പെൻഡിച്ചർ, the total amount spent by a family for food consumption and non-food consumption for a particular period is called a family expenditure. എന്താണ് ഫാമിലി എക്സ്പെൻഡിച്ചർ? അതായത് ഒരു ഫാമിലി ഒരു പെർട്ടിക്കുലർ ടൈം, ഇപ്പോൾ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ആ ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും എത്ര പൈസ ചിലവാക്കുന്നു. ഇതാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ. ഫാമിലി എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിക്കണം. ഓൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഒരു ഫാമിലിയുടെ ചിലവുകളെല്ലാം എന്താണ്, അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി കണക്കാക്കി ഫിക്സ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. സോ ദ ഫാമിലി എക്സ്പെൻഡിച്ചർ മേ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറുമാണ്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെ അറിയാം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മാസം എന്തൊക്കെ ചിലവ് വരും, കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരും, ഫോൺ ബില്ല് അടക്കേണ്ടി വരും, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ചിലവുകളാണ്. ഇതാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ ഫാമിലി
ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ചിലവുകൾ. ദിസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആസ് മന്ത്ലി ആൻഡ് ആനുവലി. ഒന്നല്ലെങ്കിൽ മാസം എന്നുള്ള രീതിയിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇത് എല്ലാ മാസത്തിലും എല്ലാ വർഷത്തിലും നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു മാസം ഓൾറെഡി അറിയാവുന്ന ചിലവുകൾ. ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കുക, ഫുഡിന് ഇത്ര എമൗണ്ട് വേണം എന്ന് ഓൾറെഡി നമുക്കറിയാവും. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവും. ഇനി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി, പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾ. അതെന്തൊക്കെയാണ്? ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് ആൻഡ് വിച്ച് ഒക്കേഴ്സ് ആക്സിഡൻ്റലി ഈസ് ടേംഡ് ആസ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതായത് മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റലായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള ചിലവുകൾ എന്തൊക്കെയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഭൂകമ്പം കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് സ്വത്തും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ എന്താണ്, വീടൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. ദെൻ അസുഖങ്ങൾ, പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് അസുഖം. പെട്ടെന്ന് അസുഖം വരുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ടാവും. അതുപോലെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, വെഹിക്കിളിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒക്കെ വരും. അതൊക്കെ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകളാണ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഗിവിങ് മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനാണ്. ഇപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? എഡ്യൂക്കേഷൻ, ദെൻ റെൻറ്റ് കൊടുക്കാം, വാടക. അപ്പോൾ ഈ ഒരു മാസം ഇത്ര വാടക കൊടുക്കണം എന്ന് നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവും. ദെൻ ഗ്രോസറീസ്, നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള ഒരു ചിലവ്. ദെൻ അൺഎക്സ്പെക്റ്റഡിൽ എന്തൊക്കെ വരാം? ആക്സിഡൻറ്റ്. ദെൻ വെഹിക്കിൾ റിപ്പയർ, ഓൾറെഡി പറഞ്ഞല്ലോ, വെഹിക്കിൾസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നത്. ദെൻ ബ്രോക്കൻ അപ്ലയൻസസ് എന്ന് പറയാം. ഇപ്പോൾ വീട്ടിലുള്ള ഏതെങ്കിലും ഉപകരണം, ഇപ്പോൾ മിക്സിയോ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കേടുവന്ന് പോവുക, അതൊരു പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവാണ്. ദെൻ അൺപ്ലാൻഡ് ട്രിപ്സ്, പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും ട്രിപ്പ് പോവേണ്ടൊക്കെ ഒരവസ്ഥ വരിക, അർജൻറ്റായിട്ട് എന്തെങ്കിലും റീസൺ കൊണ്ടൊക്കെ, അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫാമിലി ഇൻകം ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതെന്നാണ് ചിലവുകളെ കുറിച്ചാണ്. ഇനി വരവ് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ വരുമാനത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫാമിലി ഇൻകം. അപ്പോൾ അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. The picture shows different fields in which the members of Nikhil's family are engaged. അപ്പോൾ നിഖിലിൻ്റെ ഫാമിലിയിലുള്ള പല ആളുകളും എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് ആ പിക്ചറിൽ കാണിക്കുന്നത്. Among them there are people who engage in occupation and those who do not. അതിലെന്താണ്? ജോലി, പ്രത്യേകിച്ച് ജോലിയുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരു ജോലി ഇല്ലാത്തവരും അതിൽ കാണിക്കുന്നുണ്ട്. ലെറ്റ് സീ ഹൂ ദേ ആർ. അപ്പോൾ അവർ ആരൊക്കെയാണ്? അപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവർക്കൊക്കെ ഇൻകം, വരുമാനം ഉണ്ടോ അതോ ഇല്ലയോ എന്ന് എഴുതണം. ഇപ്പം നിഖിൽ ഒരു സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് തന്നെ അവന് വരുമാനമൊന്നുമില്ല. ഫാദർ ടൈലറിങ് ജോബ് ചെയ്യുന്നു, അപ്പോൾ വരുമാനം ഉണ്ടെന്ന് പറയാം. മദർ എന്താണ്? സെയിൽസ് വുമൺ ആണ്, മദറിനും ഇൻകം ഉണ്ട്. ദെൻ ഗ്രാൻഡ് ഫാദർ അഗ്രികൾച്ചർ, കൃഷിയൊക്കെ ചെയ്യുന്നു, അതിൽ നിന്നും ചെറിയ ഇൻകം കിട്ടും. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ എന്താണ്? പെൻഷനറാണ്, പെൻഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ അത് ഗ്രാൻഡ് മദറിനും ഒരു ചെറിയ തോതിലുള്ള ഇൻകം ഉണ്ട്. ഫാമിലി ഇൻകം ഇസ് എ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരിയഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അപ്പോൾ എന്താണ് ഫാമിലി ഇൻകം? ഒരു ഫാമിലിയിലുള്ള എല്ലാ ആളുകൾക്കും ഒരു മാസം അവരെത്രത്തോളം സമ്പാദിക്കുന്നു, എന്തൊക്കെ കിട്ടുന്നു, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു ഫാമിലിയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനെയാണ് ഫാമിലി ഇൻകം എന്ന് പറയാം. ബൈ സ്പെൻഡിങ് ദ ഇൻകം എഫക്റ്റീവ്ലി എ ഫാമിലി ക്യാൻ ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് സേവിങ്, ഡീൽ വിത്ത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഒരു ഇൻകം കിട്ടുന്ന വരുമാനത്തെ വളരെ പ്ലാൻ ചെയ്ത് എഫക്റ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്, നമുക്ക് കുറച്ച് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നികത്താൻ സാധിക്കും. അതേപോലെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ഇൻകം യൂസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് യുവർ ഫാമിലി? ഇനി നിങ്ങളുടെ ഫാമിലിയിലുള്ള സോഴ്സസ് ഓഫ് ഇൻകം എന്തൊക്കെയാണ്? അപ്പോൾ ആ ഒരു ടേബിൾ പോലെ നിങ്ങൾക്കൊരു ടേബിൾ ഉണ്ടാക്കാം. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, ഇവർക്ക് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇവർക്ക് ഇൻകം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ.
നെക്സ്റ്റ് ഫാമിലി ബഡ്ജറ്റാണ്. ദ ഫാമിലി ബഡ്ജറ്റ് ഇസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ പീരിയഡ്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഇപ്പോൾ ഒരു മാസം കണക്കാക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ ആ ഒരു ഫാമിലിക്ക് എത്ര ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതായത് എത്രത്തോളം പൈസ കിട്ടുന്നുണ്ട്, അതുപോലെ എത്രത്തോളം ചിലവുകളുണ്ട്, ഇത് കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കുന്നതാണ് ഒരു ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഫാമിലി ബഡ്ജറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ എ മന്ത്ലി ഓർ ആനുവൽ ബേസിസ് വിൽ ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു ദ സൈസ്, ഇൻകം ആൻഡ് നീഡ്സ് ഓഫ് ഫാമിലി. അപ്പോൾ ഒന്നല്ലെങ്കിൽ മാസത്തിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനൊക്കെ വേണ്ടി നമുക്ക് ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ഫാമിലിയുടെ സൈസ്, വലിയൊരു ഫാമിലി ആണെങ്കിൽ എന്താണ്, അവർക്ക് കൂടുതൽ പൈസ വേണ്ടി വരും. ദെൻ ഇൻകം, ഫാമിലിയിലെ മെമ്പേഴ്സിന് എത്രത്തോളം പൈസ കിട്ടുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് അവരുടെ ചിലവുകൾ. ദെൻ നീഡ്സ് ഓഫ് ഫാമിലിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ അനുസരിച്ചാണ് ബഡ്ജറ്റ് ഉണ്ടാവുക. ഫാമിലി ബഡ്ജറ്റ് ഷുഡ് ബി പ്ലാൻഡ് ബൈ കൺസിഡറിങ് ഒപ്പീനിയൻസ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അതായത് ഫാമിലിയുടെ വരവ് ചിലവ് കണക്കൊക്കെ തീരുമാനിക്കുമ്പോൾ എന്താണ്, ആ ഫാമിലിയിലുള്ള എല്ലാ ആളുകളുടെയും കൺസെൻറ്റ് വേണം, എല്ലാവരുടെ ഒപ്പീനിയൻസൊക്കെ ശേഖരിച്ചിട്ട് വേണം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ. ബൈ എൻഷുറിങ് ദാറ്റ് ദ സജഷൻസ് ഓഫ് ദ ഫാമിലി ബഡ്ജറ്റ് ആർ ഫോളോഡ് ഇൻ എ ഫിക്സ്ഡ് ഇൻ്റർവൽ, ദ ഫാമിലി ക്യാൻ അറ്റൈൻ ഫൈനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ. അപ്പം എന്താണ് ഈ ഒരു ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഓരോ ഇടവേളകൾ, ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഫാമിലിക്കൊരു ഫൈനാൻഷ്യൽ സേഫ്റ്റി ഉണ്ടാവൂ. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കയ്യിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, കിട്ടുന്ന ആ ഒരു പൈസനെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യണം. ലെറ്റ്സ് ലിസൺ ടു ദ കോൺവേഴ്സേഷൻ. ഇമ്മയുടെ ഒരു ചെറിയ സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ബീൻ എ വീക്ക് സിൻസ് വി ബുക്ക്ഡ്. അപ്പോൾ ഈ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി എന്നാണ് ആ ഒരു വിമൻ പറയുന്നത്. ഇഫ് ദ പ്രൈസസ് ഇൻക്രീസ് ലൈക്ക് ദിസ് വാട്ട് ഷാൾ വി ഡു ഹിയർ? ഓൺലി വി നോ ഹൗ വി മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് ഇൻ ലൈഫ്. അപ്പോൾ എന്താണ് ഈ ഗ്യാസിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യുകയെന്ന് അവർ ചോദിക്കുകയാണ് ആ ഒരു ഗ്യാസ് ഡെലിവർ ചെയ്യുന്ന ആളോട്. വാട്ട് കെൻ ഐ ഡു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദ സ്റ്റോക്ക് റീച്ച്ഡ് ലേറ്റ്, സ്റ്റോക്ക് വന്നത് ലേറ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ദർ ഇസ് എ സ്ലൈറ്റ് ഹൈക്ക് ഇൻ ദ പ്രൈസ്, വിലയിൽ നല്ല മാറ്റമുണ്ട്, വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ പരസ്പരം അവർ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഗ്യാസിൻ്റെ വില കൂടിയതും ആ ഒരു ഫാമിലിക്ക് അത് താങ്ങാവുന്നതിനപ്പുറമാണ്, ഈ ഫാമിലി എന്താണ് ചെയ്യുക എന്നുള്ള ആ ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയൊക്കെയാണ് ഈ ഒരു കോൺവെർസേഷനിൽ പറയുന്നത്. You might have noticed from the above conversation how the unexpected price increase affect the family budget. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന വിലക്കയറ്റം ഒരു ഫാമിലീൻ്റെ ബഡ്ജറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതാണ് ആ ഒരു ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു ഗ്യാസിൻ്റെ വില കൂടിയപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസയുടെ ഷോർട്ടേജ് വരും. അക്കോർഡിംഗ്ലി ഫൈൻഡ് ഔട്ട് ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ബിൽ, ഇപ്പോൾ ഗ്യാസിൻ്റെ ബില്ല് കൂടുന്നത് പോലെ തന്നെ പെട്ടെന്ന് കറണ്ട് ബില്ലൊക്കെ കൂടുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ദെൻ എന്താണ്, ഹൈ പ്രൈസ് ഓഫ് ഗ്രോസറീസ്, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള ഹൈ പ്രൈസ്. ദെൻ വെഹിക്കിൾസിനൊക്കെ ഡാമേജ് വരുന്നു. സഡൻ ഡിസീസ്, പെട്ടെന്ന് ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ എന്താണ്, ആ ഒരു ബഡ്ജറ്റിനെ താളം തെറ്റിക്കും. The family income becomes stable when the income is more than the expenditure or when the income and expenditure are equal. അപ്പോൾ ഒരു ഫാമിലീൻ്റെ ഇൻകം സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം നമ്മളെ ചിലവിനേക്കാളും കൂടുതലാവണം. അതല്ലെങ്കിൽ എന്താണ്, ചിലവും വരുമാനവും ഈക്വൽ ആവണം. നമ്മൾ ഓരോ മാസത്തെ ചിലവിന് ആവശ്യമായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സ്റ്റേബിളായിട്ടുള്ള ലൈഫ് ഉണ്ടാവുക. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? ഒരു ഫാമിലിയുടെ ചിലവ് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ഫോർ ഫുഡ്, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷ്യ സ്രോതസ്സുകളൊക്കെ യൂസ് ചെയ്യാം. ദെൻ കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സസ്, നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ, പഴങ്ങളൊക്കെ കുറേ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രോസറിയുടെ പൈസയൊക്കെ കുറക്കാം.
Then use public distribution system and fair price sale counters to മാക്സിമം എക്സ്റ്റെൻറ്റ് പോസിബിൾ. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റേഷൻ ഷോപ്പ് അങ്ങനത്തെ പ്ലേസസൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫുഡ് സപ്ലൈസൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. പബ്ലിക് ബസ്സുകളൊക്കെ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുക. നമ്മൾ ഓരോരോ ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് വെഹിക്കിൾസൊക്കെ എടുത്ത് അതിൽ എണ്ണയൊക്കെ അടിച്ച് യാത്ര ചെയ്യുന്നതിന് പകരം ഇതുപോലെ തന്നെ ഉള്ള ബസ്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലവ് കുറച്ച് കുറക്കാം. ദെൻ യൂസ് ഗവൺമെൻറ് സ്കൂൾസ് ഫോർ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്താണ്, ഗവൺമെൻറ് സ്കൂൾസൊക്കെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൻ്റെ കാര്യവും പറയാം. ഡിസീസസൊക്കെ വന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ യൂസ് ചെയ്യാം. ഗിവൺ ബിലോ ഇസ് എ മോഡൽ ഓഫ് ദ മന്ത്ലി ബഡ്ജറ്റ് ഓഫ് എ ഫാമിലി. അപ്പോൾ ഒരു ഫാമിലിയുടെ മന്ത്ലി ബഡ്ജറ്റിൻ്റെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്ലൂ കളറിൽ വരുന്നത് എന്താണ്, ഇൻകമാണ്, അവരുടെ വരുമാനം. അപ്പോൾ വേജ്, കൂലിയായിട്ട് എത്ര കിട്ടുന്നു, സാലറി എത്രയുണ്ട്, പെൻഷൻ എത്രയുണ്ട്, അങ്ങനെ കൃഷിയിൽ നിന്ന് എത്രയുണ്ട്, അങ്ങനെ ടോട്ടലായിട്ട് ഇവർക്ക് ഒരു മാസം എത്ര വരുമാനമുണ്ട് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പിങ്കിൽ കൊടുത്തിട്ടുള്ളത് എക്സ്പെൻഡിച്ചർ, ചിലവാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഒരു മാസം അവർക്ക് എത്ര പൈസ വേണം. വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി ബഡ്ജറ്റ്. ഈ ഫാമിലി ബഡ്ജറ്റിന് സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, 24,800 റുപ്പീസാണ്. പക്ഷേ ഇവരുടെ ചിലവ് എത്രയാണ്, 25,700 ആണ്. അതായത് ഏകദേശം 900 റുപ്പീസിൻ്റെ കുറവാണ് അവർക്കുള്ളത്. ഒരു മാസം അവർക്ക് കിട്ടുന്ന ഇൻകത്തിനേക്കാളും ചിലവുണ്ട്. അങ്ങനെയുള്ളൊരു ബഡ്ജറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. What suggestions can you give to turn this family budget into surplus one? ഇതിനൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ടേജ് ഇല്ലാതാക്കാൻ എന്ത് സജഷനാണ് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ അവരുടെ ചിലവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് കുറക്കാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡൊക്കെ നമുക്ക് വെട്ടി കുറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ട്രാവൽ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള കുറച്ചൊക്കെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഫാമിലി ബഡ്ജറ്റ് ആഡ് മോർ ടു ദ ടേബിൾ. എന്തൊക്കെയാണ് ഈ ഒരു ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? ഇപ്പോൾ ഈ ഒരു ടേബിളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. അതായത് ഒരു മാസം എത്ര ഇൻകമാണ് കിട്ടുന്നത്, എൻ്റെ ഒരു ഫാമിലിയിലുള്ള ആളുകൾ മൊത്തം, അതുപോലെ തന്നെ എത്ര ചിലവുണ്ട്, ഇനി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടും ഈ ഒരു ബഡ്ജറ്റിലൂടെ. അപ്പോൾ എന്തൊക്കെ ആണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. എന്തൊക്കെ ഇൻകം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ചിലവുണ്ടെന്നും മനസ്സിലാക്കാം. ദെൻ മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് പ്രാക്ടീസ്ഡ്. അപ്പോൾ നമ്മൾ ഇൻകത്തിനനുസരിച്ച് വളരെ മിതമായ രീതിയിൽ ചിലവാക്കാൻ നമ്മൾ ശീലിക്കും, ഇങ്ങനെ ഒരു പ്ലാൻ മുൻകൂട്ടി ഉണ്ടെങ്കിൽ. പിന്നെ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം. അതായത് ഇൻകത്തിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. ഇൻകം എത്രയേ ഉള്ളൂ, അപ്പോൾ ഈ കാര്യത്തിൽ ചിലവ് കുറച്ച് കുറക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങും. ദെൻ റെഡ്യൂസ് ഡെപ്റ്റ്. ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കടം കുറക്കാൻ പറ്റും. അതായത് ഇൻകം ഇത്രയേ ഉള്ളൂ, അപ്പോൾ ചിലവ് ഇത്രേ വരാൻ പാടുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താണ്, ഓരോ മാസത്തിലും കടം വാങ്ങേണ്ട ഒരു അവസ്ഥ ഇല്ലാതാക്കാം. ദെൻ ഇംപ്രൂവ്സ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ആ ഒരു ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീനൊന്ന് മെച്ചപ്പെടുത്താനാവും. ഇപ്പോൾ കുറച്ച് എമൗണ്ട് ഒക്കെ സേവ് ചെയ്യാൻ എങ്ങനെ സേവിങ്സൊക്കെ ഉണ്ടാക്കാം, ചിലവൊക്കെ കുറച്ച് ഓരോ മന്ത്ലി കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആളുകൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ദെൻ ക്രിയേറ്റ് സേവിങ് ഹാബിറ്റ്സ്. ആ ഒരു ശേഖരിച്ച് വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കാം. ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ഫാമിലിൻ്റെ എക്സ്പെൻഡിച്ചറും ഒരു ഫാമിലിൻ്റെ ഇൻകമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സമൂഹത്തിന് ജസ്റ്റ് ഒരു ഭാഗമാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു എൻ്റെ സമൂഹത്തിനെ എടുത്ത് നോക്കുകയാണല്ലോ, പബ്ലിക് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ട് ഇവിടെ. കുറച്ച് പിക്ചേഴ്സിൽ അവിടെ കാണാം. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്, ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഗെയിൽ പൈപ്പ്, സോഷ്യൽ വെൽഫെയർ, പെൻഷൻ, അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ പ്രൊജക്റ്റ് ഫണ്ട്
ടു സോൾവ് ഷോർട്ടേജ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ജനങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന കാര്യം ഉള്ളത്. The news headlines of various welfare and developmental activities of the government are given above. The government needs a huge amount of money to carry out these activities. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചറിൽ കാണുന്നത് പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, ഗവൺമെൻറ്റിന് ഒരു വലിയ എമൗണ്ട് തന്നെ ആവശ്യമാണ്. അപ്പാർട്ട് ഫ്രം ദീസ് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദ ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്നതിനപ്പുറം വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഗവൺമെൻറ് കൂടുതലായിട്ട് ചിലവാക്കേണ്ടി വരുന്നത്. ഇപ്പം എന്തൊക്കെയാണ്, സാലറി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള സാലറി കൊടുക്കുന്നു. ദെൻ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും പൈസ കടം ഉണ്ടെങ്കിൽ, ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാര്യം. ദെൻ എക്സ്പെൻസസ് ഫോർ ഡിഫെൻസ്, നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്പെൻസസും കാര്യങ്ങളും. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ, അപ്പോൾ ഹോസ്പിറ്റൽസ് നിർമ്മാണം, അതുപോലെ തന്നെ സ്കൂൾസിൻ്റെ ഒക്കെ നിർമ്മാണമൊക്കെ പറയാം. സോഷ്യൽ വെൽഫെയർ സ്കീംസ്, പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഡെവലപ്മെൻറ്റ്, എൻ്റെയർ ആ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ റോഡുകളൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഗവൺമെൻറ് കൂടുതലായിട്ട് ക്യാഷ് ചിലവാക്കുന്നത്. ഡിസ്കസ് വാട്ട് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഹാവ് ബീൻ ഡൺ ഇൻ യുവർ ഏരിയ യൂസിങ് ഗവൺമെൻറ്റൽ ഫണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ആ ഒരു ഗവൺമെൻറ് ഫണ്ട് യൂസ് ചെയ്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ എന്ത് പറയാം, റോഡ് ഒക്കെ ക്ലിയർ ചെയ്തു, ടാറിങ് ഒക്കെ ചെയ്തു. അതല്ലെങ്കിൽ എന്താണ്, വെള്ളത്തിനുള്ള സോഴ്സ്, ആളുകളുടെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻസൊക്കെ എത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും നോൺ ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും വേണ്ടി ആ ഒരു ഗവൺമെൻറ് ചിലവാക്കുന്നതിൻ്റെ എമൗണ്ടാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻസസ് ആക്ടിവിറ്റീസ്. അതായത് ഗവൺമെൻറ് കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്താൽ, ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ്, എക്സ്പെൻഡിച്ചർ കൂടും. പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും. ഡെവലപ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആർ കോൾഡ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ആ ഒരു കൺട്രിയിൽ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളൊക്കെ മെച്ചങ്ങൾ കൊണ്ടുവരുന്ന തരത്തിലുള്ള ചിലവുകളാണ് എക്സ്പെൻഡിച്ചറാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. They contribute greatly to economic growth of a country by stimulating its real economic condition and production. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണത്. സോ ദീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ആൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും കൂടെ പറയാം. പല കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ എന്നും കൂടെ ഇതിന് വേണമെങ്കിൽ പറയാം. അതിലിപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്താം, ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് റോഡുകൾ ഉണ്ടാക്കുക, ബ്രിഡ്ജ്, പാലം, ഹാർബേഴ്സ്, തുറമുഖങ്ങളൊക്കെ. ആൻഡ് സ്റ്റാർട്ട് ന്യൂ എൻ്റർപ്രൈസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങുക. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്യാഷ് ചിലവാക്കി കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയിൽ ഡെവലപ്മെൻറ്റ് പോസിബിളാണ്. ഇപ്പോൾ നല്ല റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്താണ്, ഒരുപാട് മെച്ചം വരുന്നുണ്ട് ആ ഒരു കൺട്രിക്ക്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നോൺ ഡെവലപ്മെൻറ്റൽ ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ പ്രത്യേകിച്ച് ആ ഒരു കൺട്രിക്ക് ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് വൺ ഇൻക്വേർഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസ്. അപ്പോൾ പബ്ലിക് സർവീസ്, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഒരു നാഷണൽ ഇൻട്രസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ ഡിഫെൻസ്, നമ്മളാ ഒരു പ്രതിരോധം, അതുപോലെ ഇൻട്രസ്റ്റ്, പിന്നെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്, പിന്നെ എന്തെങ്കിലും എപ്പിഡമിക്സ് ഓർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ വന്നാൽ, അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട്, ഇതൊക്കെ എന്താണ്, നോൺ ഡെവലപ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഡെവലപ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല, പക്ഷേ അവിടെ ചിലവുകളുണ്ട്. കാറ്റഗറൈസ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ആസ് ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ലിസ്റ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് ചിലവുകൾ എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ
ഡെവലപ്മെൻറ്റൽ ഏതാണ്, നോൺ ഡെവലപ്മെൻറ്റൽ ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ്. ഇപ്പോൾ ഓൾറെഡി രണ്ട് ഡിവിഷൻസ് കൊടുത്തു, അതിൻ്റെ എക്സാമ്പിൾസ് ആയി തന്നെ ഉണ്ട്, അതിലുള്ള തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് എഴുതാനാണ്. ഇതിൽ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? എനർജി ജനറേഷൻ, ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂള്, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചറാണ്. ദെൻ നോൺ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എപ്പിഡമിക് അസുഖങ്ങൾ, വെൽഫെയർ പെൻഷൻ, ലയബിലിറ്റി, സബ്സിഡീസ്, അതുപോലെ വാറ്, ഡിഫെൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രത്യേകിച്ച് ആ ഒരു കൺട്രിക്ക് ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാക്കില്ല, പക്ഷേ എന്താണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതൊരു ചിലവാണ്. The public expenditure of the central government from 2018 to 19 to 2022-23 is given below. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറാണ്, അതിൻ്റെ ഒരു കണക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ഇയറിലും എത്രത്തോളം, എത്ര ലാക്ക്. ഇപ്പോൾ 2021-22 നോക്കുകയാണെങ്കിൽ 37.93 ലാക്സ് ഉണ്ട്. അത് 22-23 നോക്കുകയാണെങ്കിലോ ഒന്നുകൂടെ കൂടി വരികയാണ്. ഓരോ ഇയറും കൂടി വരികയാണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ, ചിലവ് എന്ന് പറയുന്ന കാര്യം. അനലൈസ് ദ ഗ്രാഫ് ഓൺ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് റൈറ്റ് യുവർ കൺക്ലൂഷൻ. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് എഴുതാനാണ്. സോ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ചിലവ്, പൊതുവായിട്ട് വരുന്ന ചിലവ്. ഇനി പബ്ലിക് റവന്യൂ എന്താണ്? റവന്യൂ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇൻകമാണ്. അപ്പോൾ പബ്ലിക്കിൽ പൈസ, ആ ഒരു ഗവൺമെൻറ്റിന് ഏതൊക്കെ രീതിയിലാണ് പൈസ കിട്ടുന്നത്? The government needs a huge amount of money for developmental and welfare activities. അപ്പോൾ ഓരോ നാട്ടിലുള്ള പല വികസനത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിന് എന്താണ് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. The public revenue is the wealth that the government collects from various sources to satisfy these needs. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സൊസൈറ്റികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഗവൺമെൻറ്? പല സോഴ്സസിൽ നിന്നുമാണ് ഗവൺമെൻറ്റിന് ഈ പൈസ കിട്ടുന്നത്. ഇതിനെയാണ്, ഇത്തരത്തിൽ കിട്ടുന്ന ഈ പൈസയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ദി ഗവൺമെൻറ് ബഡ്ജറ്റ്. അപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഈ ഒരു റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ, ചിലവ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വരവ് എന്ന് പറയുന്നത്. Now think about the sources of the revenue of the government. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കാം ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നത്? The government makes revenue from two major sources. ഗവൺമെൻറ്റിന് പ്രധാനമായിട്ടും ക്യാഷ് ലഭിക്കുന്നത് രണ്ട് സോഴ്സസിൽ നിന്നാണ്. ഏതൊക്കെയാണത്? പബ്ലിക് റവന്യൂ, രണ്ട് സോഴ്സസാണ്. ഒന്ന് ടാക്സ് റവന്യൂ, രണ്ട് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സിലൂടെ കിട്ടുന്ന പൈസയാണ്. റവന്യൂ ഫ്രം ടാക്സസ്, അതിൽ എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്താണ്? ഡയറക്റ്റ് ടാക്സ് ഇസ് എ ടാക്സ് റെമിറ്റഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ടാക്സ് ഇസ് ലെവീഡ്. അതായത് ഡയറക്റ്റായിട്ട് ഒരാളുടെ അടുത്തുനിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന ടാക്സാണ്. ദിസ് മീൻസ് ദാറ്റ് ദ ടാക്സ് പെയർ ഹിംസെൽഫ് ബിയേഴ്സ് ദ ബേർഡൻ ഓഫ് ദ ടാക്സ്. അതായത് ആ ഒരു ടാക്സ് അടക്കുന്ന ആൾ തന്നെയാണ് ആ ഒരു ടാക്സിൻ്റെ ബേർഡൻ ബെയർ ചെയ്യുന്നത്. അതായത് ഒരാളെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ടാക്സായിട്ട് പണം പിരിച്ചെടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ് ഒക്കെ, ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നു. ഇപ്പോൾ വീടിനൊക്കെ ഓരോ വർഷം ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, അത് ആ ഒരു വീടിൻ്റെ ഉടമയുടെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന ടാക്സ്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ്. ഹിയർ ദ ടാക്സ് ലെവീഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനേതർ. ഇവിടെ എന്താണ്? ഒരാളുടെ മേൽ ചുമത്തുന്ന ഈ ഒരു ടാക്സ് മറ്റുള്ള ആളുകളും കൂടെ ചേർന്നിട്ടാണ് പേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. സെയിൽസ് ടാക്സ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിനൊരു ചെറിയ ടാക്സ് നമ്മൾ നൽകുന്നുണ്ട്. അതെന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സാണ്. ഇനി നോൺ ടാക്സ് റവന്യൂ, ടാക്സിലൂടെ അല്ലാതെ വേറെ ഏത് രീതിയിലാണ് ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നത്? ദിസ് ഇസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ്. ടാക്സ് അല്ലാത്ത മറ്റ് സോഴ്സ് എന്തൊക്കെ? പലതരം ഫീസുകൾ, ഫൈന്. ഇപ്പോൾ നമ്മൾ വണ്ടിക്കൊക്കെ ഒരുപാട് ഫൈൻ വരാറില്ലേ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. പിന്നെ ഗ്രാൻസ്, പല ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ്, ദെൻ ഇൻട്രസ്റ്റ്, പലിശ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. ഈ ഒരു ടാക്സ് അല്ലാതെ ഈ ടാക്സിനെ കുറിച്ച് അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഇസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ പബ്ലിക് ഷുഡ് റെമിറ്റ് ടു ദ ഗവൺമെൻറ്
to bear the expenses of welfare activities and developmental activities which are carried out in public interest. അപ്പോൾ നമ്മളുടെ ഈ ഒരു സമൂഹത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഈടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ടാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. അതിന് പല പേരിൽ പല സെക്ടറിലായിട്ട് പല പല വകുപ്പിലൊക്കെ ടാക്സുകൾ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. ദ പേഴ്സൺ ഹു റെമിറ്റ് ടാക്സ് ഇസ് കാൾഡ് ടാക്സ് പേയർ. അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്ന ആൾ ടാക്സ് പേയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ടാക്സ് പേയേഴ്സാണ്. ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തി അവിടെ എഴുതുക. ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. ജി എസ് ടി എന്താണ് ഈ GST? ഇറ്റ്സ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് കം ഇൻ ടു എഫക്റ്റ് ഫ്രം July 1st, 2017. ജൂലൈ 1, 2017 ശേഷം വന്നിട്ടുള്ള ഒരു യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സാണ്. ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് ഓർത്ത് വെക്കുക. After the 101th amendment of the Constitution to implement the principle of a unified tax for nation. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ടാക്സ് വേണം. അങ്ങനെ 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിലാണ് ഇത് തീരുമാനിക്കപ്പെട്ടത്. നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ പഠിക്കും. If the revenue from sales is more than the amount fixed by the government in financial year, the traders must avail GST registration. At the present, consumer has to pay GST at rates of, ഇപ്പം നമ്മൾ പേ ചെയ്യുന്ന GSTയുടെ ശതമാനങ്ങളാണ് കാണിക്കുന്നത്. ചില വസ്തുക്കൾക്ക് GST ഇല്ല, ചിലതിന് 5%, 12, 18, 28 അങ്ങനെ ഓരോ പ്രോഡക്റ്റ്സിനും നമ്മൾ GST പേ ചെയ്യുന്നുണ്ട്. The GST thus collected from the consumers has to be remitted by traders to the government. ഈ GST നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഓരോ കമ്പനിക്കാർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇവർ പിന്നീട് അത് ഒരുമിച്ച് ഗവൺമെൻറ്റിന് അടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. The rates of GST can be changed in due course of time. അപ്പോൾ ഈ ഒരു GST റേറ്റ് പല കാരണങ്ങൾ കൊണ്ടും കുറേയും കൂടെയൊക്കെ ചെയ്യാം. GSTനെ കുറിച്ച് കുറച്ച് കാര്യമാണ് അവിടെ പറഞ്ഞത്. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ഇവിടെ 2 ന്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഹാവ് യു നോട്ടീസ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്? സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂഷ്വലി പ്രിപ്പയർസ് ബഡ്ജറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഒരു ഇയറിലുള്ള വരവ് ചിലവ് കണക്ക്, അതാണ് ബഡ്ജറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റും പ്രിപ്പയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും ചെയ്യും. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്? Budget is a financial document of the expected income and expenditure by the government for a specific financial year. അപ്പോൾ ഒരു വർഷത്തിൽ ഗവൺമെൻറ് കണക്ക് കൂട്ടുകയാണ് എത്രത്തോളം ഇൻകം ഉണ്ട്, എത്രത്തോളം വരുമാനമുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം എക്സ്പെൻഡിച്ചർ, എത്രത്തോളം ചിലവുണ്ട്. അതായത് വരുമാനത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും ഇത്ര ചിലവാക്കാം എന്ന ഒരു പ്ലാന് ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. In our country, the budget is prepared for one financial year starting from 1st April to March 31st. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൺട്രിയിൽ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ കണക്കാക്കിയിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫൈനാൻഷ്യൽ ഇയർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. അതാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ദ ഫൈനാൻസ് മിനിസ്റ്റർ പ്രസൻസ് ദ ബഡ്ജറ്റ്. ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അത് ജനങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആരാണ്? ഫൈനാൻസ് മിനിസ്റ്ററാണ്. ആസ് പെർ ആർട്ടിക്കിൾ 112 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ യൂണിയൻ ബഡ്ജറ്റ് ഈസ് ആൾസോ ആനുവൽ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കൺട്രി ആയിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് ഒന്നുകൂടെ പറയാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൺട്രി, ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം, വർഷം എന്നോട് ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയറാണ്. ഇപ്പോൾ നമ്മളെ കേസിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എത്ര ഇൻകം കിട്ടുന്നുണ്ട്, എത്ര വരുമാനമുണ്ട്, അതിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റ് ചെയ്യാണ് എത്ര വരുമാനം കിട്ടും. അപ്പോൾ ആ വരുമാനത്തിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾക്ക്, ഇപ്പോൾ റോഡ് വികസനത്തിന് എത്ര കൊടുക്കാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഇത്ര എമൗണ്ട് ചിലവാക്കാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ബഡ്ജറ്റിലൂടെ തീരുമാനിക്കുന്നത്.
ഇനി ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റ്സ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ ഒരു വരവിലെയും ചെലവിനെയും കണക്കാക്കിക്കൊണ്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ് സർപ്ലസ് ബഡ്ജറ്റ്, രണ്ടാമത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, മൂന്നാമത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സർപ്ലസ് അവിടെ ഇൻകം കൂടുതലുണ്ടാവും, ചിലവ് എക്സ്പെൻഡിച്ചർ കുറവായിരിക്കും. ബാലൻസ്ഡ് ആണെങ്കിലോ വരവും ചിലവൊക്കെ ഈക്വലായിട്ടും ബാലൻസ് ചെയ്ത് പോകുന്നു. ഈ ഡെഫിസിറ്റ് ആണെങ്കിലും അവിടെ ഒരു കുറവാണ് വരുന്നത്, അവിടെ ഇൻകം കുറവായിരിക്കും പക്ഷേ ചിലവ് കൂടുതലായിരിക്കും. അതാണ് 3 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്. ദ എവല്യൂഷൻ ഓഫ് ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ് ബഡ്ജറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബൊഗറ്റ്. ഫ്രഞ്ച് വേർഡായ ബൊഗറ്റിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വേർഡ് ഉണ്ടായത്. ഇറ്റ് മീൻസ് എ സ്മാൾ ബാഗ് ഓർ സാക്ക്. ബൊഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചറിൽ കാണുന്ന ഒരു ചെറിയ ബാഗിനെയാണ് പറയുന്നത്. The word budget indicates a bag that contains financial documents of government. അപ്പോൾ ആ ഒരു വേർഡിൽ നിന്ന് വന്ന ബഡ്ജറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്, ഒരു ബാഗാണ്. ആ ബാഗിൽ എന്താണ് ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഓഫ് ഗവൺമെൻറ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഡോക്യുമെൻറ്റ്സാണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ് വാസ് ഹെൽഡ് ഇൻ 11th century. ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ നടന്നത് 11th centuryയിലാണ്. R.K. ഷൺമുഖം ഷെട്ടി, ഹു വാസ് ദ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസൻറ്റഡ് ദ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ 11th centuryയിലാണ് നടന്നത്. ആരാണ് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്തത് എന്നുള്ള പേരൊക്കെ ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് പബ്ലിക് ഡെപ്റ്റാണ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടമാണ്. പൊതുവായിട്ടുള്ളൊരു കടം എന്ന് പറഞ്ഞാൽ എന്താണത്? The government has to take loans to materialize the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ മുകളിലൊരു കാര്യം പറഞ്ഞു, എന്താണ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ്. ചിലപ്പോൾ എന്താണ് ആവശ്യത്തിനുള്ള ഇൻകം ഇല്ലാത്തൊരവസ്ഥ വരും. അത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുക, പല സ്ഥലത്തു നിന്നും ലോൺ എടുക്കും. ക്യാഷ് കടം വാങ്ങുന്ന ഒരവസ്ഥ ഗവൺമെൻറ്റിന് വരും പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ദ ലോൺസ് ദിസ് അവൈൽഡ് ബൈ ഗവൺമെൻറ് ആർ നോൺ ആസ് പബ്ലിക് ഡെപ്റ്റ്. ഈ ഗവൺമെൻറ് എടുക്കുന്ന ഇത്തരത്തിലുള്ള ലോണുകളെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയാം. ലോൺസ് ആർ ടേക്കൺ ഫ്രം വിത്തിൻ ദ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. ലോൺസ് ചിലപ്പോൾ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തു എന്ന് വരാം. These debts are known as domestic debts and foreign debts respectively. ഇപ്പോൾ നമ്മുടെ കൺട്രിയിൽ തന്നെയാണ് കടം എടുത്തിട്ടുള്ളതെങ്കിൽ അത് ഡൊമസ്റ്റിക് ഡെപ്റ്റാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നൊക്കെ കുറച്ച് പൈസ കടം വാങ്ങുകയാണെങ്കിലോ അത് ഫോറിൻ ഡെപ്റ്റാണ്, വേറൊരു കൺട്രിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ ഡെപ്റ്റ്, the loan availed by the government from individuals and institutions inside the country known as domestic debt. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ഡെപ്റ്റിനെ തന്നെയാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് കൺട്രീൻ്റെ ഉള്ളിലുള്ള ആളുകൾ, അപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെ കൂടുതൽ പൈസയുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിന് ലോൺ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനീസിൽ നിന്നൊക്കെ ഇന്ത്യയിലുള്ളിൽ തന്നെയുള്ള കമ്പനിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഈ കടം വാങ്ങുകയാണെങ്കിൽ എന്താണ് ഇൻറ്റേർണൽ ഓർ ഡൊമസ്റ്റിക് ഡെപ്റ്റാണ്. അതാ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക്സിൽ നിന്നൊക്കെ വാങ്ങാം. ഇനി എക്സ്റ്റേർണൽ ഡെപ്റ്റ് അഥവാ ഫോറിൻ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മറ്റ് കൺട്രീസിൻ്റെ അടുത്ത് നിന്ന്, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ അടുത്തു നിന്നൊക്കെ ഇവർ കടം വാങ്ങുന്നത്. അതായത് വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ കടം വാങ്ങുകയാണെങ്കിൽ അതാണ് എക്സ്റ്റേർണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ് എന്നറിയപ്പെടുന്നത്. ദ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ദീസ് ലോൺസ് ഹെൽപ്പ് ഇൻ മെറ്റീരിയലൈസിങ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ദർബൈ ഇൻക്രീസിങ് റവന്യൂ ആൻഡ് റെഡ്യൂസിങ് പബ്ലിക് ഡെപ്റ്റ്. അപ്പോൾ ഈ ഒരു വാങ്ങിയ ലോണുകളുണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ശരിയായ രീതിയിൽ വെൽഫെയർ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്നും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ട് ഈ കടങ്ങളൊക്കെ ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസി ഇസ് കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് പോളിസി കൺസേണിങ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ഇപ്പോൾ പബ്ലിക് റവന്യൂ എന്താണെന്ന് പഠിച്ചു, അതായത് പബ്ലിക്കിൻ്റെ വരുമാനം എന്താണ്,
പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിന് എന്തൊക്കെ ചിലവുണ്ട്, പബ്ലിക് ഡെബ്റ്റ്, ഗവൺമെൻറ് വരുന്ന കടങ്ങൾ, ഇതെല്ലാത്തിനെയും കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ദ പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ബഡ്ജറ്റ്. ഈ ഒരു പോളിസി ബഡ്ജറ്റിലൂടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. It is also a policy that gives guidelines to the government to improve the current financial situation and attain financial stability. അതുപോലെ തന്നെ ഈ ഒരു പോളിസി എന്താണ്, ഗവൺമെൻറ്റിന് ഇപ്പം നിലവിലുള്ള സാമ്പത്തിക സിറ്റുവേഷൻ എന്താണ്, അതിനെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു ധാരണ കൊണ്ടുവരാൻ കൂടെ സഹായിക്കും. ഇനി ഒരു ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എയിംസ് എന്തൊക്കെയാണ്? ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണത്. രണ്ടാമത്തത് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു. ദെൻ റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, കൂടുതലായിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ചിലവുകളെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. എലിമിനേറ്റ് ദ ഇനീക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്, അതുപോലെ തന്നെ ഈ ഒരു പൈസ ജനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലൂടെയും, ഇതിൽ ഒരു അപാകത ഇല്ലാതിരിക്കുക, അതുപോലെ ഇനീക്വാളിറ്റി, അസമത്വം ഒഴിവാക്കാനും കൂടെ ഈ ഒരു ഫിസ്ക്കൽ പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നു. Organizations, local self-government institutions, states and nation help to materialize developmental and welfare activities and attain the goals of sustainable development by preparing and working on budget. അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വെൽഫെയർ ആക്ടിവിറ്റീസും ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കൺട്രീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കൺട്രിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൊക്കെ ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ ബഡ്ജറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എന്താണ് ബഡ്ജറ്റ്, പിന്നെ പബ്ലിക് റവന്യൂ, ഇൻകം, എക്സ്പെൻഡിച്ചർ, അങ്ങനെ ഒരുപാട് ടേംസ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ടേംസും എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ എന്താണ് ഇപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് എഴുതുക, ഒരു ചെറിയ ഡെഫിനേഷനൊക്കെ പഠിച്ചു വെക്കുക. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യേണ്ടത്. ഇനി ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ യുവർ ഫാമിലി ബഡ്ജറ്റ് ആഫ്റ്റർ കളക്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫ്രം യുവർ പാരൻസ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്ററിൽ ഓൾറെഡി മോഡൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതായത് ആദ്യം ഇൻകത്തിൻ്റെ കോളം പ്രിപ്പയർ ചെയ്യണം, ഫാമിലിയിൽ ആർക്കൊക്കെ ഇൻകം ഉണ്ട്, എത്രത്തോളം ഇൻകം ഉണ്ട് എന്നുള്ളത്. പിന്നെ എക്സ്പെൻഡിച്ചർ, ഒരു മാസം കണക്കാക്കുകയാണെങ്കിൽ എന്തൊക്കെ ചിലവുണ്ട്, അതിന് എത്ര എമൗണ്ട് വേണം, അങ്ങനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തൊരു ടേബിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീൻ്റെ ഒരു ബഡ്ജറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. Collect a news report on developmental and welfare activities of the state and central governments and prepare a magazine. അപ്പോൾ പേപ്പറിൽ നിന്ന് കട്ടിങ്സ് ഒക്കെ കളക്ട് ചെയ്യുക ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ, എന്നിട്ടൊരു മാഗസിൻ പോലെ പ്രിപ്പയർ ചെയ്യാനാണ്. The GST rates that we pay on receipt of goods and services are given below. Find out the services and goods on which each tax is levied and complete the table. ഇപ്പോൾ GST കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു GST പൊതുവായിട്ടുള്ള പെർസെൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഇനി ആ ഓരോ പെർസെൻറ്റേജിലും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണ്, കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ടേബിളിൽ. നിങ്ങൾക്ക് കൂടുതൽ ഗൂഗിൾ ചെയ്ത് കണ്ടെത്താം. ഇപ്പോൾ 0% ടാക്സ് വരുന്നത് ഫ്രഷ് വെജിറ്റബിൾസിനും എഡ്യൂക്കേഷണൽ ബുക്സിനുമാണ്. അതുപോലെ തന്നെ സർവീസ് ആണെങ്കിൽ ബേസിക് ഹെൽത്ത് കെയർ. ഇനി ഒരു 5% വരുന്നത് എന്താണ്, നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽ, പിന്നെ ഫുഡ് വെയറൊക്കെ, ചെരുപ്പുകൾ, 1000 രൂപയുടെ താഴെ വരുന്ന ചെരുപ്പ്, ഡ്രസ്സൊക്കെ. ഇനി ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്, ഹോട്ടലിലൊക്കെ സർവീസ് ആണെങ്കിൽ അവിടെ 5% ഉള്ളൂ. ദെൻ 12% GST വരുന്നത് പ്രോസസ്ഡ് ഫുഡ്, പിന്നെ 1000 rupees എബവ് ഉള്ള ക്ലോത്ത്സ്. ഇനി സർവീസ് ആണെങ്കിൽ ഹോട്ടൽ റൂംസാണ്, കുറച്ച് കൂടെ വലിയ ഹോട്ടൽ റൂംസ്. ദെൻ 18% ടാക്സ് വരുന്നത് ഇലക്ട്രോണിക്സ് ഒക്കെ വാങ്ങുമ്പോഴാണ്. പിന്നെ സർവീസ് ആണെങ്കിൽ AC റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ. ദെൻ 28% ടാക്സ് വരുന്ന കാര്യം എന്തൊക്കെയാണ്, ലക്ഷറി ഐറ്റംസ്. അതേപോലെ ഇവിടെ സർവീസസിൽ 5 സ്റ്റാർ ഹോട്ടലൊക്കെ. ഇതിൽ കൂടുതൽ ലിസ്റ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാം. The local self-government institutions also levy different type of taxes. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുപാട് ടാക്സ് നമുക്ക് തരാറുണ്ട്. ലൈക്ക് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഒക്കെയാണ്. സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദം. അപ്പോൾ എന്തൊക്കെ ടാക്സുകളാണ് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓരോ ആളുകളിൽ നിന്ന് ചുമത്തുന്നത് എന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടെത്താനാണ്. അതിൽ
എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്, വാട്ടർ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓവറാൾ ഐഡിയ ആണ് ഇപ്പോൾ തന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതിലൊരുപാട് ടേംസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ടേംസും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അതിന് ശേഷം എഴുതിയിട്ട് പഠിക്കുക. അപ്പോൾ ഓരോന്ന് എന്താണ്, ഇപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്താണ് എന്നുള്ളതൊക്കെ ഒരു 2-3 ലൈനിൽ നിങ്ങൾ നോട്ട്സിലൊക്കെ എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. Hope it is clear. Keep watching and thank you for all.